പിതാവും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നോയമ്പിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഇത് 6ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞതൊക്കെ എല്ലാവരും നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോയമ്പ് കാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും അതുപോലെ തന്നെ മുതലാക്കണം എന്ന് വിചാരിക്കുന്നു. അല്ലാതെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള വിചാരമാകല്ലേ നോയമ്പ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു, അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുക്കേണ്ടത്, സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ പാപത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. വിചാരിച്ചിരിക്കാത്ത പാപങ്ങൾ കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് നോയമ്പ് നോക്കാതിരിക്കുകയാണ് നല്ലതെന്നല്ല. എല്ലാവരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പ്രായപൂർത്തിയുള്ളവരെല്ലാവരും തന്നെ, ഒരു 12 വയസ്സിന് മുകളിലോട്ടുള്ളവരെല്ലാവരും തന്നെ നോയമ്പ് നോക്കണം. അതാണ് നമ്മുടെ സഭയുടെ ചട്ടങ്ങളൊക്കെ അനുശാസിക്കുന്നത്. അപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാതെ പണ്ട് കാലത്തെ പോലെ ഒന്നും കഴിഞ്ഞുകൂടേണ്ട കാര്യമില്ല. ആഹാരമൊക്കെ കഴിക്കാനുള്ള അനുവാദങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ ആഹാരങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക. അത് ഏതെങ്കിലും ഒരു തവണ കുറയ്ക്കാൻ പറ്റുന്നത് കുറയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ദൈവത്തോടു കൂടി ആയിരിക്കാൻ സാധിക്കും. ജോലിക്ക് പോകുന്നവർക്കാലും ജോലി ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉള്ള സമയത്ത് നമ്മൾക്ക് ആ പ്രാർത്ഥന, ആ ധ്യാനം, വചനത്തിൻ്റെ ധ്യാനമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ വിധത്തിൽ വേണം നമ്മളതിനെ പരിശീലിപ്പിച്ചെടുക്കാൻ നമ്മുടെ മനസ്സുകളെ, ബോധതലങ്ങളെയൊക്കെ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നോയമ്പിൻ്റെ നമ്മൾ മറ്റുള്ളവരോട് കരുണയും കാരുണ്യവും അവരുമായിട്ട് പങ്കുവയ്ക്കലും ഉണ്ടാകണം. അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ നോയമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം നാവാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും തിന്മയായിട്ടുള്ളതും നാവാണ്. ഈ നാവ് കൊണ്ട് തന്നെ പുണ്യവും നന്മയും തിന്മയും എല്ലാം ഉണ്ടാകുന്നു. അപ്പം മിക്കവാറും ഉണ്ടാകുന്ന സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ ഒക്കെ ഉണ്ടാകുന്ന പല ദൂഷ്യങ്ങളും നമ്മുടെ നാവിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതും, നാവിനെ നിയന്ത്രിക്കാത്തതുകൊണ്ട്. ഇതെല്ലാം വിശുദ്ധ യാക്കോബ് പറയുന്നത് പോലെ എന്തെല്ലാം വിധത്തിലാണ് നമ്മൾ നാവിനെ നിയന്ത്രിക്കാത്തതിനുള്ള കുഴപ്പങ്ങളുണ്ടാകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ നാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതാ യാക്കോബ് പറയുന്നത്, നാക്കിനെ എന്തിനാ നാവ് ഉള്ളത് നമുക്ക് തന്നിരിക്കുന്നത്? ദൈവത്തെ സ്തുതിക്കാനാണ്, നന്മ സംസാരിക്കാനും മറ്റുള്ളവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാനും, ദൈവത്തെ സ്തുതിക്കാനും, മറ്റുള്ളവരുടെ ഹൃദയത്തിന് സന്തോഷം തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ചിലതൊക്കെ അശ്ലീലമോ മോശമായിട്ടുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നതായിരിക്കും ഇന്നത്തെ തലമുറയിൽ പലർക്കും തന്നെ സന്തോഷം. അങ്ങനെയുള്ള സന്തോഷമല്ല, കുറച്ചൊക്കെ അതെന്താ മൂല്യങ്ങളായ കാര്യങ്ങളിൽ, ആത്മീയമായ കാര്യങ്ങൾ, സമൂഹത്തിൽ നന്മ വിതയ്ക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് പകരം തിന്മയും ഇതുകൊണ്ട് സാധിക്കും. എന്തെല്ലാം തിന്മകൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ, മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ, മറ്റുള്ളവരെ കുറ്റം പറയാനും പ്രചരിപ്പിക്കാനും അവരുടെ ജീവിതം തന്നെ തുലയ്ക്കാൻ ഈ നാവ് കൊണ്ട് തന്നെ കഴിയുന്നു. അപ്പോൾ നമ്മൾ ഒരേ നാവ് കൊണ്ട് തന്നെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. അതേസമയം ആ നാവ് കൊണ്ട് തന്നെ പിശാചിൻ്റെ
ശിക്ഷനായിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ പറ്റി ദോഷങ്ങൾ പറയുമ്പോഴും അവരുടെ അല്ലെങ്കിൽ അവരുടെ കുറ്റമുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് വിധിക്കാൻ അർഹതയില്ല. നമ്മളല്ല വിധിക്കേണ്ട, കർത്താവാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ കുറ്റം അവരെ പറ്റി കുറ്റം പറയുന്നു. അങ്ങനെ വരണം, അവർക്ക് അങ്ങനെ വരണം, അങ്ങനെയാണ് വേണ്ടിയതെന്ന് പറയുന്നു, മനസ്സിൽ ചിന്തിക്കുന്നു. അത് തന്നെ തെറ്റാണ്, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ നാവാണ് ഒരു വിധത്തിൽ എല്ലാ വിധത്തിലും രണ്ട് അപ്പുറവും ഇപ്പുറവും ഇരുതല വായ്ത്തല പോലുള്ള വായ്ത്തലയുള്ള വാളിൻ്റെ കൂട്ട് ആണ്. അപ്പോൾ അത് ഇപ്പം നാവിനെ യാക്കോബ് പറയും, നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് സർവ്വ നന്മകളും പിന്നെ അവന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവം എല്ലാം അവനിൽ വർഷിക്കും. അപ്പം പറയുന്നുണ്ട് ഒരു മനുഷ്യനും അവനെ നിയന്ത്രിക്കാൻ പൂർണ്ണമായിട്ടും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരിലുമുണ്ട് ആ കുഴപ്പങ്ങൾ. നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഇതാ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നതാണ്. അത് മാരകമായ വിഷമാണ് ഉണ്ടാക്കുന്നത്. എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളിൽ നിന്ന് തന്നെ എന്തെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പം മനസ്സിൻ്റെ നമ്മൾ മറ്റുള്ളവരുടെ അസൂയ തോന്നാം, പിന്നെ നമ്മുടെ സ്വാർത്ഥമായ നമ്മുടെ മോഹങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നിന്ദിക്കാനാണ് പോകുന്നത്, അവരെ നിയന്ത്രിക്കാൻ. നമ്മൾ അസൂയ കൊണ്ടാണ് വരുന്നത്. അത് അസൂയ ഉണ്ടാകും. ഇതെല്ലാം നാവിൻ്റെ കുഴപ്പങ്ങളാണ്. നാവും മനസ്സിൻ്റെ വിചാരതലങ്ങളും എല്ലാം നാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപോലെ ഇരിക്കുമ്പോൾ തിന്മയായിട്ടാണ് നാവ് വരുന്നതെങ്കിൽ മനസ്സിൻ്റെ ആ തലങ്ങളും തിന്മയായിട്ട് പോകും. നന്മയായിട്ടാണെങ്കിൽ മനസ്സിൻ്റെ തലങ്ങളും നന്മയായിട്ട് വരും. നാവ് നന്മയാണ് സംസാരിക്കുന്നതെങ്കിൽ, നന്മയാണ് വിളമ്പുന്നതെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും ഒന്നുപോലെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും അഭേദ്യമാം വണ്ണം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് അത് തന്നെയാണ്. ചില രാജ്യങ്ങൾ വരെ പഴയകാലം നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഒരു രാജ്യങ്ങൾ തന്നെ ഇന്നും അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പരസ്പരം പടവെട്ടേണ്ടുന്നതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോധതലങ്ങളെയെല്ലാം നിയന്ത്രിക്കണം. അപ്പം നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും നിയന്ത്രിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ നോയമ്പ് കാലത്ത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അഭ്യസിക്കാവുന്ന ഒരു പ്രാർത്ഥന, എല്ലായ്പ്പോഴും ഉരുവിടാൻ പറ്റിയ പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ ബോധതലങ്ങൾ, എൻ്റെ നാവ്, അധരം ഇതെല്ലാം അവിടുത്തെ പോലെ ആക്കി തീർക്കണമേ. അവിടുത്തെ ബോധതലങ്ങളെ, അധരങ്ങളെയും നാവിനെയും പോലെ ആക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥന ഹ്രസ്വമായതും എല്ലാവർക്കും ലളിതമായിട്ടുള്ളത്, എല്ലാവർക്കും അത് ഉരുവിടാവുന്നതുമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് നാവിനെ കുറേയൊക്കെ നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു 75% സാധിക്കും. പൂർണ്ണമായിട്ടങ്ങ് പറ്റത്തില്ല. അപ്പം നമ്മളെ മനുഷ്യരായതുകൊണ്ട് പലതുമൊക്കെ നമ്മൾ സംസാരിച്ച് പോകും, മറ്റു പലരുടെയും കാര്യങ്ങൾ. ഈ നാവ് കൊണ്ട് തന്നെ യാക്കോബ് ശ്ലീഹ പറയുന്നു, 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ, ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും ഒക്കെ നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെയും അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. ഒരേ വായു കൊണ്ട് ഇത് രണ്ടും സാധിക്കുമോ? ദൈവത്തെ സേവിക്കാനും പിശാചിനെ സേവിക്കാനും ഒരേ നാവ് കൊണ്ട് ഒരേ ഹൃദയം കൊണ്ട് പറ്റുമെന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. അത് പാടില്ല. നോയമ്പ് കാലത്ത് ഇത് നമ്മൾ അഭ്യസിക്കണം. ഈ ഒരു പുണ്യം, നാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു പുണ്യം നമ്മൾ നോയമ്പ് കാലത്ത് അഭ്യസിക്കണം. നമുക്ക് നേടുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ സ്നേഹവും കരുണയും ശാന്തതയും എളിമയും വിനയവും എല്ലാം തന്നെത്താൻ ഉണ്ടായിക്കൊള്ളും. എല്ലാം അതിൽ നിന്നും ഉണ്ടായിക്കൊള്ളും. കാരണം ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഈ നാവല്ലേ. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇതെല്ലാം സാധിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്പം നാവിൻ്റെ സംയമനം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു,
ഈ ഉപവാസവും വർജനയും ഒക്കെ ഉണ്ട് നോയമ്പിന്. എല്ലാവരും നോക്കുന്നുണ്ടായിരിക്കും, പലരും നോക്കുന്നുണ്ടായിരിക്കും. വയസ്സായവർ, പിന്നെ അവശതയുള്ളവർക്ക് വർജനയും ഒന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും ചെയ്യുക. പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ, കഴിവ് പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ദൈവം അതിനുള്ള ശക്തി തരട്ടെ എന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പുണ്യമാണ്. പക്ഷേ അത് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് സഭയിൽ നിന്ന്. കാരണം ആരുടെയും ജീവൻ, അവരുടെ ശാരീരിക അവശത കൂടുതലാവുകയും പിന്നെ അത് മറ്റുള്ളവർക്കും കൂടെ ഉതപ്പാവുകയും ദൈവനിന്ദയ്ക്ക് കാരണമാവുകയും ചെയ്യരുത്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ശരീരം പട്ടിണിയിലാകുമ്പോൾ നമ്മൾ ശക്തി കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ഭക്ഷണം മുടക്കരുത്. ആത്മാവിൻ്റെ ഭക്ഷണം എന്താണ്? വചനമാണ്. വചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, ചിന്ത, ഇതെല്ലാം തന്നെ വചനമായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ശരീരത്തിൻ്റെ അവശത, വിശപ്പ്, ക്ഷീണം ഇതൊന്നും അറിയാൻ കഴിയത്തില്ല. ഇതൊക്കെ നമ്മളെ മത്തായി 4:4 പറയുന്നുണ്ട്. കർത്താവ് സാത്താനോട് പറയുന്നു, കർത്താവ് ഏറ്റവും അങ്ങേയറ്റം 40 ദിവസം ആഹാരം കഴിക്കാതിരുന്ന് വിശന്ന് ക്ഷീണിച്ച് വന്നപ്പോഴും സാത്താൻ പരീക്ഷിക്കുന്നത് അല്ലേ? ഈ കല്ലിന് ഏറ്റവും എളുപ്പമുള്ളവന് കർത്താവിനെ വീഴ്ത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണെന്ന് പറയും. കല്ലിനെ ഈ അപ്പം ആകാൻ ഭക്ഷിക്കുക, എന്നിട്ട് അപ്പം ഭക്ഷിക്കുക, നീ ഭക്ഷിക്കുക എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് എന്താണ് പറയുന്നത്? അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവൻ നിലനിർത്തുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് അവൻ ജീവിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും കൂടിയാണ് നമ്മൾ ജീവൻ വയ്ക്കുന്നത്. അപ്പോൾ വചനത്തിന് ജീവനുണ്ട്. ജീവൻ നിലനിർത്താൻ കഴിയും, ജീവൻ ഉണ്ടാക്കാൻ കഴിയും. വീണ്ടും ജീവൻ നശിച്ചു പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അത് ശരീരത്തിനും സാധിക്കും, ശരീരത്തിലും കൊണ്ടുവരാൻ സാധിക്കും. ആത്മാവിൽ മാത്രമല്ല, ആത്മാവിലുണ്ടാകുമ്പോൾ ശരീരത്തിലും ഉണ്ടാകും. അതങ്ങനെയാണ്. അപ്പോൾ അത് നിയമാവർത്തനം 8-ാം അധ്യായം 3-ാം വാക്യത്തിലും പറയുന്നുണ്ട്. കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഇസ്രായേലിയരോട് അത് പറയുന്നുണ്ട്. മോശയോട് പറയുന്നു, മോശ അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ വിശപ്പറിയാനും എളിമപ്പെടുത്താനും വിശപ്പറിയാനും നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആഹാരം, അതായത് മന്ന, നിങ്ങളെ വയറ് നിറച്ച് തീറ്റിപ്പോറ്റി സംതൃപ്തരാക്കുകയും ചെയ്തത് എന്തിനാണ്? അത് എവിടെ നിന്നാണ്? മന്ന സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ആകാശത്തു നിന്ന് പൊടിച്ചു കൊടുത്ത മനുഷ്യ നിർമ്മിതമല്ല, മനുഷ്യൻ്റെ കൈകൾ കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല, ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട്, ദൈവത്തിൻ്റെ കയ്യിൽ വചനം കൊണ്ട് ഉണ്ടായതാണ്. ആ മന്ന നിങ്ങളെ തീറ്റിച്ചത്, അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് മന്ന ഉണ്ടായത്. അപ്പോൾ ദൈവത്തിൻ്റെ അത് വചനമാണ്. ആ മന്ന നിങ്ങളെ തീറ്റിച്ച് സംതൃപ്തരാക്കിയത് എന്തെന്നാൽ നിങ്ങൾ തിരിച്ചറിയണം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ്റെ കരം കൊണ്ടുണ്ടാക്കിയ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്, വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവരെ എളിമപ്പെടുത്തിയതും വിശപ്പറിയാൻ വിട്ടതും അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഈ മന്ന എന്നിട്ട് ക്ഷീണമുണ്ടാകാതിരിക്കാൻ പൊഴിച്ചു കൊടുത്തതും സ്വർഗീയ ഭക്ഷണം ആണ്. അത് ആത്മാവിൻ്റെ ഭക്ഷണവും തന്നെയാണ് ആ ശരീരത്തിന്. അപ്പോൾ അത് കൊടുത്തത് ഇതിനു വേണ്ടിയാണ്. എന്തിനാ? വചനം കൊണ്ട് നിങ്ങൾ ജീവിക്കണം. വചനമാണ് വചനം കൊണ്ടുണ്ടായതാണ്. കർത്താവ് മന്ന പൊഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മന്ന പൊഴിച്ചു, ആകാശം മന്ന പൊഴിച്ചു. അതാണ് അവൾ പറയുന്നത്. അപ്പം വചനത്തിന് നമ്മൾ പറയും ജീവൻ നൽകാൻ കഴിയും, ജീവൻ നിലനിർത്താനും കഴിയും. വചനം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവെന്ന പരിശുദ്ധാത്മാവാണ്, ദൈവാത്മാവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ വചനം പഠിക്കുമ്പോൾ ദൈവാത്മാവാണ് നമ്മിൽ വരുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്.
നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്. അത് ജീവനുമാണ്. വചനം ആത്മാവും ജീവനുമാണ്, ആത്മാവിൻ്റെ ആ ജീവനുമാണ് അത്. അപ്പോൾ ശരീരത്തിൽ ഇങ്ങനെ ആയിരിക്കുന്ന ഒരാൾക്ക് ശരീരത്തിന് ക്ഷീണമോ അവശതയോ ഒന്നും അറിയാൻ പറ്റുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, മോശ ദൈവത്തിൻ്റെ കൂടെ 40 ദിവസം അവിടെ സിനായി മലയിലായിരുന്നപ്പോൾ, പർവ്വതത്തിലായിരുന്നപ്പോൾ ദൈവമായിട്ട് കണ്ട് സംസാരിച്ചും ധ്യാനിച്ചും പറഞ്ഞും വചനങ്ങൾ കേട്ട് അവർ പറഞ്ഞ് ധ്യാനിച്ചും അവിടെ ഇരുന്നപ്പോൾ മോശ വിശപ്പോതാവോ ക്ഷീണമെന്ന് ഒന്നും അറിയില്ല, യേശുവിൻ്റെ കൂട്ട്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല. എന്നിട്ട് എന്തോ പറ്റി അവിടുന്ന് ഒരു രൂപാന്തരം സംഭവിച്ചു മോശയ്ക്ക്. ദൈവത്തിൻ്റെ ആ ശോഭയുടെ മഹത്വത്തിൻ്റെ ഒരു അംശം, ഒരു പങ്ക് മോശയ്ക്കും കിട്ടി. മോശ സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. സൂര്യനെ പോലെ ശോഭിച്ചു മുഖമൊക്കെ. അപ്പോൾ മനുഷ്യർക്ക്, ഇസ്രായേലിയർക്ക് അത് മോശയുടെ മുഖത്ത് നോക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് മോശ ഒരു മൂടുപടം അണിഞ്ഞിരുന്നു. ആ മൂടുപടത്തിൽ കൂടിയാണ് മനുഷ്യർ അവരെ അതിപ്പോഴും അവർക്ക് ആ പ്രകാശം മോശയുടെ മുഖത്തുനിന്ന് അടിച്ചുകൊണ്ടിരുന്നു. അവരുടെ കണ്ണ് മങ്ങുമായിരുന്നു. എന്താ? ദൈവത്തോടു കൂടിയായിരുന്നു, വചനത്തോടു കൂടിയായിരുന്നു. വചനമായിരുന്നു അവിടെ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. വചനം അവിടെ ദൈവം എല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെയാണ് നോയമ്പുകാരനും ഉണ്ടാകേണ്ടെന്ന അനുഭവം. അത് നമുക്കുണ്ടാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പം നമ്മുടെ നോയമ്പിന് വല്ല കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആത്മശോധന ചെയ്യണമെന്ന്. ഇപ്പോൾ എൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ അങ്ങ് ആയിട്ടുണ്ടെന്നല്ല. അപ്പം നമ്മളെല്ലാം പരിശോധിക്കണം. നമുക്കൊക്കെ അത് സാധിക്കണം. ആത്മാവിൻ്റെ ഭക്ഷണം ആയത് വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ശരീരത്തെ നയിക്കണം. എത്രയോ വിശുദ്ധർ വർഷത്തിൽ ഒരിക്കലെങ്ങാനും അല്പം വെള്ളവും ഒരു കഷണം അപ്പവും കഴിച്ചെന്ന് വരും. ഒരു കഷണം, അത് കൂടുതൽ കഴിക്കത്തില്ല. അങ്ങനെ ജീവിച്ച ഒരുപാട് വിശുദ്ധരുണ്ട്. അവരൊക്കെ വലിയ അത്ഭുത പ്രവർത്തകരായിരുന്നു. വിശുദ്ധ വിൻസെൻ്റ് ഫെററിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. വർഷത്തിലൊരിക്കലാണ് ഈ അപ്പവും ഇച്ചിരി വെള്ളവും കഴിക്കുന്നത്. ഒരപ്പമില്ല, ഒരു കഷണം. ബാക്കിയെല്ലാം ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടുള്ള വചനം മാത്രമല്ല, വചനം അപ്പത്തിൻ്റെ രൂപത്തിലായ വിശുദ്ധ കുർബാനയായിരുന്നു. എന്നത്തെയും ഭക്ഷണം ആ ഒരു ചെറിയ ഒരു ലോലമായ ഒരു തിരുവോസ്തി, ഒരു ചിരിയും വട്ടത്തിനുള്ള ഒരു വിരലിൻ്റെ അറ്റത്ത് കൊള്ളുന്ന ഒരു തിരുവോസ്തി, അതും ഭക്ഷിച്ച് എങ്ങനെ ജീവിക്കുന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതായിരുന്നു ഭക്ഷണം അദ്ദേഹത്തിന്. അതുപോലുള്ള ഒരുപാട് വിശുദ്ധരുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ്, അതുപോലെ ഒരുപാട് വിശുദ്ധർ. ഇവരെല്ലാവരും ഇങ്ങനെ കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് കാലത്ത് അവരെല്ലാവരും ഇത് തന്നെയാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു വിശുദ്ധ കുർബാനയുടെ അപ്പം, അതുമില്ലെങ്കിൽ വചനം തന്നെയായിരുന്നു. അപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഫെറർ ഇത് മാത്രം ആഹാരം കഴിച്ചിട്ടുണ്ട്. 32 പേരെ മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരാളെ തന്നെ 3 പ്രാവശ്യം ഉയർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശക്തിയെല്ലാം നേടുന്ന ഈ വചനത്തിൽ നിന്ന് ആണ്. വിശുദ്ധ പത്രോസ് യേശു പറയുന്നത്, യോഹന്നാനിൽ ഞാൻ പറഞ്ഞല്ലോ 6:63 പറയുന്നുണ്ട്. വചനത്താൽ യേശു അതുപോലെ തന്നെ പറഞ്ഞു, വചനം ആത്മാവും ജീവനുമാണ്. അതുപോലെ തന്നെ വചനത്താൽ തന്നെയാണല്ലോ ലാസറിനെ ഉയർപ്പിച്ചത്. വചനം പറഞ്ഞല്ലേ ഉയർപ്പിച്ചത്. അപ്പോൾ ആ വചനത്തിന് അവിടെ ജീവനുണ്ടായില്ലേ? അതുപോലെ നമ്മളിലും ജീവനുണ്ടാകും. കർത്താവ് വചനം പറഞ്ഞാണ് ലാസറിനെ ഉയർപ്പിച്ചത്, ലാസർ ജീവിച്ചത്, അപ്പോൾ ജീവിച്ച് എഴുന്നേറ്റത്. വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, 1-ാം ലേഖനം 1-ാം അധ്യായം 23 പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, നശിച്ചു പോകുന്ന ബീജത്തിൽ നിന്നല്ല നിങ്ങൾ ജനിച്ചത്, വീണ്ടും ജനിച്ചതാണ്. ഓരോ വിശ്വാസിയും 2-ാം ജനനമാണ്, ദ്വിജനാണ്. അപ്പോൾ നമ്മളെ പറയുമ്പോഴതിൽ ദ്വിജനെന്ന് പറയുമ്പോഴാരാ? ബ്രാഹ്മണനാണ്, ക്ഷത്രിയനെയും പറയാം. അപ്പോൾ അവരൊക്കെയാണ് പൂണുനൂൽ ധരിക്കുന്നത്. ദ്വിജൻ 2-ാം ജന്മം എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ്. അപ്പോൾ ദ്വിജൻ ആണ് ആരാ? ക്രിസ്ത്യാനി ദ്വിജനാണ്, 2-ാമത്തെ ജന്മം എടുത്തവനാണ്. 2-ാം ജന്മം ഈ ലോകത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ എടുത്തിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും
അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്, ദ്വിജനാണ്. രണ്ടാം ജന്മം എടുത്ത് എങ്ങനെയാണ്? നശ്വരമായ ബീജത്തിൽ നിന്നല്ല, പിന്നെയോ അനശ്വരമായ ബീജത്തിൽ നിന്നാണ്. അനശ്വരമായ ബീജം ഏതാണ്? സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ്. സജീവവും സനാതനവുമായ എന്നത്തേക്കും എപ്പോഴുമുള്ള ദൈവവചനത്തിൽ നിന്നാണ്. അതിന് ആരംഭമില്ല. ദൈവവചനത്തിന് ആരംഭമില്ല, അവസാനവുമില്ല. അതിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് നമ്മൾ അഭ്യസിക്കണം. എപ്പോഴും വചനത്തിലായിരിക്കുന്നതിന് ഈ നോയമ്പ് കാലത്ത് അഭ്യസിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ കഴിയുന്ന വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റുന്നതാണ് വചനത്തിൽ നിന്ന്. ആ വചനം നമ്മൾ ബോധതലങ്ങളെയും നമ്മുടെ അധരങ്ങളെയും നമ്മുടെ ഓരോ സെല്ലുകളെയും ഓരോ കോശങ്ങളെയും അത് സ്വാധീനിക്കും, നിറയും. അങ്ങനെ നിറയുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ജീവൻ അഭിവൃദ്ധിപ്പെടുന്നതിന് ഞാൻ പറയുന്നത് അതുകൊണ്ട് നോമ്പ് കാലം ഇങ്ങനെ വചനത്തിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റു പുണ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വിനയവും ശാന്തതയും എളിമയും സ്നേഹവും കാരുണ്യവും ഇതെല്ലാം ഷെയറിങ് പങ്കുവയ്ക്കലും ഇതെല്ലാം വേണം, സഹതാപവും ഇതെല്ലാം വേണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അതിനേക്കാൾ ഉപരിയാണ് ഇതുണ്ടെങ്കിൽ അതെല്ലാം തന്നെത്താൻ ഉണ്ടായിക്കുള്ളൂ. അപ്പം വചനത്തിൻ്റെ കാര്യമാണ് പ്രധാനം. പിന്നെ ഈ വചനം ഇങ്ങനെ ജീവനുള്ള വചനം നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ഭക്ഷിക്കണം. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന ഒരുപാട് വചനം ഭക്ഷിക്കുന്നവരായി ഉണ്ടായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു 10:10 ഈ പറയുന്നുണ്ട്, ഞാൻ മാലാഖയുടെ കയ്യിൽ നിന്നും ഗ്രന്ഥം വാങ്ങി വിഴുങ്ങി, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ഞാൻ വാങ്ങി വിഴുങ്ങി. വെളിപാടിൽ പറയുന്നതാണ്, ഞാൻ വാങ്ങിയ ഗ്രന്ഥം വാങ്ങി വിഴുങ്ങി, അത് തേൻ പോലെ മധുരമായിരുന്നു. അത്ര മധുരമാണ്. നമ്മൾ അതൊക്കെ സങ്കീർത്തനത്തിലും എല്ലാതും പറയുന്നുണ്ടല്ലോ, അല്ല? അതായത് ദൈവവചനം തേൻ പോലെയാണ്, തേൻ പോലെ മധുരിക്കുന്നതാണ്. ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. എത്ര രുചികരമാണ്. ജെറമിയ പറയുന്നുണ്ട് 15:16 ജെറമിയ പ്രവാചകൻ എന്ത് ചെയ്തു? വചനം ഭക്ഷിച്ചു, ഗ്രന്ഥം ഭക്ഷിച്ചു. ദൈവവചനങ്ങൾ പ്രവാചകന് ആനന്ദ അമൃതമായി അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് ഹൃദയത്തിന് സന്തോഷവും നൽകി. കണ്ടോ? വചനം നൽകിയ ആത്മാവിന് മാത്രമല്ല, ഹൃദയത്തിന് ശരീരത്തിനും എല്ലാം ഉന്മേഷം, സന്തോഷം, ആനന്ദം അനുഭവപ്പെട്ടു. അപ്പോൾ അതിൽ സാധാരണ സന്തോഷമല്ല, ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം. അത് കൂടുതൽ എന്തുവാ, അത് നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥ, ഓർമ്മിച്ച് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അതിൽ സന്തോഷത്തിൻ്റെ വലിയൊരവസ്ഥ. ആനന്ദിക്കുക, അതിൽ ആഹ്ലാദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ വചനം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ജെറമിയായ്ക്ക് അത് ആനന്ദ അമൃതമായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ അതുപോലെ നമ്മളും അങ്ങനെ ആ അനുഭവത്തിൽ എത്തേണ്ടതാണ് വചനത്തിൽ സന്തോഷിച്ച്. അപ്പോൾ നമ്മളെപ്പോൾ എന്ത് ചെയ്യുന്നു? പക്ഷേ നമ്മുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകാൻ റിലാക്സ് ആകുന്നതിനെന്ന് പറയും എന്തുവാ? TV കാണുന്നത്. ഞാൻ പലരോട് സംസാരിക്കുന്നവർ പറയും ഞാൻ പറയും ഞങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ എന്ന് ദൈവത്തെ അറിഞ്ഞ് ഈ വചനം എല്ലാം തിയോളജിയൊക്കെ ദൈവശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് എന്ന് ഇതിന് തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾ TV-യിൽ വാർത്ത വയ്ക്കാൻ വല്ലപ്പോഴും വളരെ ചുരുക്കം ചില സമയം കിട്ടും. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ അത് വയ്ക്കും. അപ്പോഴാ കിട്ടുന്ന വാർത്തകൾ മതി. അത് മതിയല്ലോ, അല്ല ആകാശമൊന്നും ഇടിഞ്ഞു പോകത്തില്ല. ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സന്തോഷം അതാണ്. അപ്പോൾ പറയുന്നത്, അപ്പോൾ നമ്മൾ TV വയ്ക്കും. TV-യൊക്കെ വെച്ച് എന്തുവാ കാണുന്നത്? ഇങ്ങനെയുള്ള സീരിയലുകൾ, ദോഷങ്ങൾ, ദൂഷ്യങ്ങൾ, എല്ലാം മ്ലേച്ഛതകൾ, ഇതെല്ലാം പഠിക്കുന്ന അതിൽ നിന്നാണ്. ഈ സീരിയലുകളിൽ നിന്നല്ല, സിനിമകളിൽ നിന്നാണ്. ഇപ്പോൾ തന്നെ സിനിമകളൊക്കെ ഇറങ്ങി അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വിവാദമാണ്. സാധാരണ ഞാൻ പറയുന്ന നടൻ്റെ ഞാനത് കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കില്ല, വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. നേരത്തെ ഒന്ന് ചെയ്തു, അതിൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ ചില നടന്മാരുടെ അങ്ങനെയുള്ള വയലൻസ്, ക്രൈം കൊണ്ട് നിറഞ്ഞതായിരിക്കും. ചോര ചിന്തൽ, ചോരയും ഒക്കെ കൊണ്ട് നിറഞ്ഞതായിരിക്കും സിനിമകൾ. അതിനായിരിക്കും വലിയ റെക്കോർഡ് കളക്ഷൻ. ഇന്നത്തെ ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം, അതിനാണ് പണം വരുന്നത്. പലരുടെയും വിയർപ്പ് കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി വേർപ്പാക്കി കൊടുത്ത പണം കൊടുത്ത് അവർക്ക് തടിച്ചു കൊടുക്കാനായിട്ട് 10,000 കണക്കിന് കോടികൾ സമ്പാദിക്കാനായിട്ട്
നമ്മ വിട്ടുകൊടുക്കുന്നു. വീടുകളിൽ പട്ടിണിയുമായിരിക്കും. എന്തോ ഒരു ബുദ്ധിഹീനതയാണത്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ, അതിനൊക്കെ പോകാൻ, ആസ്വദിക്കാൻ. അതാണോ ആസ്വാദനം? നമ്മൾ റിലാക്സ് ആകാനാണ് ടി വി കാണുന്നതിൻ്റെ പ്രയാസം. അത് കുഴപ്പമൊന്നുമില്ലെന്ന് നമ്മുടെ വൈദികരും പറയും, എല്ലാവരും പറയും. അത് ഉപദേശിക്കുക, അത് പറയാം. അതിലെന്തുവാ തെറ്റ്? അതിലൊന്നുമില്ല. നിങ്ങൾ കണ്ടോ? പക്ഷേ അതിലുള്ള ദോഷമൊന്നും കാണില്ല. വിഷം കൊടുത്തിട്ട്, വിഷം ഞാൻ പറയുന്നൊരു കഴിച്ച സൈനൈഡ് കഴിച്ച ഉടൻ ചാവുമല്ലേ? അത് ചാവുമല്ലോ, എല്ലാവർക്കും അറിയാം. അത് ശർക്കരയിൽ പൊതിഞ്ഞു കൊടുത്താൽ ആണ്ടെ ഞാൻ വായിട്ട് കഴിയുമ്പോൾ പറയും, ആണ്ടെ ഞാൻ അതിലെ അകത്ത് സൈനൈഡാണ്, ആ ശർക്കര അങ്ങ് തീർന്നു കഴിയുമ്പോൾ തുപ്പിക്കളയണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് ശരിയാണെന്നോ? അത് അങ്ങനെ തുപ്പുമോ? തുപ്പാൻ പറ്റുമോ? അല്പമെങ്കിലും പോകത്തില്ല, ആളെയുമ്പോൾ പോകത്തില്ലയോ? അതുപോലെയാണ് ടി വി കണ്ടോളാം. നിങ്ങൾ ഇച്ചിരി റിലാക്സ് ആകുന്നതിന് ചെയ്തോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തുവാ തെറ്റെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. വൈദികരായാലും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റ് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ വിഷം കൊടുക്കുക, പഞ്ചാരയിൽ പൊതിഞ്ഞ്, ശർക്കരയിൽ പൊതിഞ്ഞ്. അങ്ങനെ ചെയ്യരുത്. അത് കാണണ്ടെന്ന് വയ്ക്കുക. നോയമ്പ് കാലത്തെങ്കിലും അതൊന്ന് അടച്ച് വയ്ക്കാമോ ആ പെട്ടി? ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞ വാർത്ത കാണും, ചുമ്മാതിരിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ച് അല്പസമയം കണ്ട് എന്തോ നടക്കുന്നത് വേണമെങ്കിൽ കണ്ടോ. നമ്മൾ കണ്ടുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ചൊന്നും. ആ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം നോക്കിയുള്ളൂ. ദൈവമക്കളുടെ കാര്യം ആ മക്കളുടെ പിതാവല്ലേ നോക്കുന്നത്. നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ മനസ്സിനെ തണുപ്പിക്കാൻ നമ്മുടെ ആ മാനുഷികമായ ആ മോഹങ്ങൾ ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ ഒരു കൊണ്ട് നമ്മൾ ജിജ്ഞാസ കൊണ്ട് ഒന്ന് കണ്ടുകൊണ്ട് കുഴപ്പമില്ല. അത് പറയാം. പക്ഷേ അത് നമ്മുടെ ഒരു ഈസിനെസ്സിന് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈസിനെസ് കിട്ടത്തില്ല പൂർണ്ണമായിട്ട്. അത്രയും സമയത്തേക്കല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതോ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളിത് അനുവർത്തിക്കുന്ന ജീവിതകാലം മുഴുവനും നമ്മൾക്ക് സാധിക്കും. ഹൃദയത്തിന് സന്തോഷം നൽകി. അപ്പോൾ അതുകൊണ്ട് എസെക്കിയേലാണെങ്കിൽ പറയുന്നത് എന്തുവാണ്? എസെക്കിയേൽ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുകയാണ് എന്തുവാ? ഞാൻ എസെക്കിയേൽ അത് വയറ് നിറച്ച് ഭക്ഷിച്ചു. വയറ് നിറച്ച് ഭക്ഷിക്കാനാണ് കർത്താവ് പറഞ്ഞു, ദൂതൻ പറഞ്ഞങ്ങ് ഭക്ഷിച്ചോളൂ. വയറ് നിറച്ചു, ഭക്ഷിച്ചു, വയറ് നിറച്ചു. അത് എന്താണ് പറയുന്നത്? എസെക്കിയേൽ 3:3 അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. കണ്ടോ? വചനം കൊണ്ട് വയറങ്ങ് നിറയ്ക്കുക. അത് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. വചനം അങ്ങനെയാണ്. വചനം പഠിച്ചവർക്ക് എനിക്കറിയാം. എനിക്കും ആദ്യം ഇതൊക്കെ ഒരു വിരോധം തോന്നി. എനിക്ക് ഒരുപാട് അവസരം വന്നതാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും പോയില്ല. അന്നെല്ലാം അങ്ങ് ഒരു വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അങ്ങ് വിടുമായിരുന്നു. പക്ഷേ ഇത് കാര്യമായിട്ട് പഠിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ തിയോളജിയിൽ പഠിച്ചത് മാത്രമല്ല, ഞാൻ അറിയാത്തതും ഇന്ന് വരെ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തതുമായ ദൈവിക രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരുന്നു. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. ചിലപ്പോൾ അപ്പോഴല്ല പറഞ്ഞു തരുന്നത്, ചിലപ്പോൾ ഞാൻ ഉറക്കത്തിലായിരിക്കും മിക്കവാറും. ചിലപ്പോൾ ഞാൻ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ തലേന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ എൻ്റെ സംശയം തീർത്തു തരുന്നത്. അതിൻ്റെ വിശദീകരണം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിശദീകരണം ഇനിയും അതാരിൽ നിന്നും കേൾക്കുമെന്ന് പറഞ്ഞുകൂടാ എനിക്ക് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, ഒരു പുസ്തകങ്ങളിലും വായിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ആ വചനം കൊണ്ട് നിറയ്ക്കും. അപ്പം നമ്മൾ വചനം ഭക്ഷിക്കണം. അത് തേനായിട്ട് മധുരിക്കും. നമ്മുടെ ശരീരത്തിലെ ആമാശയത്തിലും എല്ലാം അത് തേൻ പോലെ പടരും. തേൻ രുചിയായിരിക്കും. അതെന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അഭിവൃദ്ധിക്ക് പോഷണത്തിന് കാരണമാകും. അങ്ങനെ ജീവിച്ച ഒരുപാട് വിശുദ്ധരുണ്ട്, ഇഷ്ടം പോലെ, ധാരാളമുണ്ട്. ഞാൻ ഓരോരുത്തരോട് എടുത്ത് പറയുന്നില്ല. വയറ് നിറച്ച് ഭക്ഷിച്ചു, അതിൽ നിന്ന് മനസ്സിൽ നിന്ന് അപ്പോൾ നമ്മൾ മറ്റ് തിന്മകളും എല്ലാം ഒഴിയും. അപ്പോൾ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കഴിയും. ആണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു വിശുദ്ധൻ്റെ പേര് പറഞ്ഞ് വിൻസെൻ്റ് ഫെററുടെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിന് ഇതേ ഉള്ളായിരുന്നു. അദ്ദേഹം വലിയ താപസനായിരുന്നു. എന്തെല്ലാം അത്ഭുത ക്രിയകളാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് നദിയുടെ പേര് റൈൻ നദി, റൈൻ നദി കടന്ന് അപ്പുറത്ത് പോകണം.
മറുകരയ്ക്ക് പോകണം. വളരെ വീതി, നമ്മുടെ നദികൾ കൂട്ടല്ല, വളരെ വീതിയുള്ള വിശാലമായ നദിയാണ്. ഇവിടുത്തെ നദികളെ പോലെയല്ല, പല മടങ്ങ് വീതിയുണ്ട്. അപ്പോൾ വഞ്ചിക്കാരൻ നോക്കിയപ്പോൾ ഒരു ഉണക്ക പാതിരി വന്നിരിക്കുന്ന അച്ഛൻ, ആ കൂടെ ഒരു ശുശ്രൂഷകനുമുണ്ട്. അപ്പുറത്ത് കടത്തി വിടണമെന്ന് പറഞ്ഞപ്പോൾ കാര്യം ഒന്നും കിട്ടാൻ വഴിയില്ലെന്ന് കണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയ്യ, നല്ല സുഖമില്ല, ഇപ്പോൾ വഞ്ചി ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തോട്ടും അമാന്തിച്ചില്ല. തൻ്റെ മേൽക്കുപ്പായം എടുത്ത് വെള്ളത്തിലിങ്ങനെ അടിച്ചു, നൂത്തു വിടർത്തി. അത് വഞ്ചിയായി രൂപാന്തരപ്പെട്ടു. ആ വഞ്ചി വളരെ സ്പീഡിൽ ഓടി ഒരു യന്ത്ര കപ്പൽ പോലെ വഞ്ചി പോലെ തന്നെ അത് ഓടി മറുകര എത്തി. അപ്പോൾ അതിൽ ആ ശുശ്രൂഷകനും കയറി. അവർ രണ്ടുപേരും പോയി ചേർന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ, ഭാവന ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ. ഭാവനയൊന്നും അല്ല നടന്നതാണ് കേട്ടോ. ഇതൊക്കെ വിൻസെൻ്റ് ഫെറർ എനിക്ക് തോന്നുന്നു 1700-800 കണ്ടാൽ ജീവിച്ചിട്ടാണ് പുസ്തകം കൊണ്ട് പെട്ടെന്ന് പണ്ട് വായിച്ചതാണ്. അപ്പോൾ ഈ ജീവിച്ചിരുന്ന വിശുദ്ധനാണ്. ഞാൻ പറഞ്ഞൊരു ആഹാരമൊന്നുമില്ല, വചനം മാത്രം, ധ്യാനം മാത്രമാണ് വിശുദ്ധ കുർബാനയും. ആ വർഷത്തിലൊരിക്കലേ ഒരു കഷ്ണം അപ്പവും അല്പം വെള്ളവും കുടിക്കത്തുള്ളൂ. ഒരുപാട് കുടിക്കുമല്ലോ, അല്പം വെള്ളവും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ എന്തെല്ലാം സാധിച്ചു. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തുണ്ടായിട്ട് നുറുക്കി വെച്ചിരുന്ന മനുഷ്യ ശരീരം പിന്നെ അവർ ജീവിപ്പിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവനെ പിന്നെ പൊരിച്ചു, ഇനി ആരും ജീവിപ്പിക്കാതിരിക്കാൻ പൊരിച്ച് കൊണ്ടുവന്നപ്പോൾ, എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഉള്ള അമ്മ, ആ മനുഷ്യൻ്റെ അമ്മ കൊണ്ടുവന്നപ്പോൾ ജീവിപ്പിച്ച് തരണേ വിശുദ്ധ എന്ന് പറഞ്ഞപ്പോൾ അതിനും ജീവിപ്പിച്ചു കൊടുത്തു. ഈ സിദ്ധിയൊക്കെ എവിടുന്നാ? ഈ വചന ധ്യാനത്തിൽ നിന്നാണ്. അപ്പോൾ ശരീരം ഭക്ഷണം വർജിച്ച് ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയതെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതെല്ലാം ഒഴിഞ്ഞ് എല്ലാം വർജിച്ച് അതിൽ നിന്ന് മാറി ആത്മാവ് ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ അവിടെ ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം ആത്മാവിനെ ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല, അതിനെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. അതിൻ്റെ ഭക്ഷണം വചനമാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ നിന്ന് ആത്മാവ് പോഷണം സ്വീകരിച്ച് ശരീരത്തിനെയും കൂടെ ജീവൻ പ്രദാനം ചെയ്ത് ജീവദായകമായ ആത്മാവായി നമുക്ക് കിട്ടി അതിന് ജീവൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ഞാൻ പറഞ്ഞ ലഘുവായ പ്രാർത്ഥന ഓർമ്മയിരിക്കണം. യേശുവേ, അല്ലെങ്കിൽ കർത്താവേ, എൻ്റെ അധരം, എൻ്റെ നാവ് ഇതെല്ലാം അങ്ങയുടേതുപോലെ, അങ്ങയുടെ അധരം പോലെയും അങ്ങയുടെ നാവ് പോലെയും ആക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉപസംഹരിക്കാം. നമുക്ക് ധ്യാനത്തിൽ ആയിരിക്കാം. ഈ കിടക്കാൻ പോകുന്ന സമയത്ത് ഒക്കെ ഇത് തന്നെ നമ്മൾ ഈ നോമ്പുകാലം മുഴുവൻ ഇതായിരിക്കട്ടെ. അങ്ങനെ ശീലമാകുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ പ്രാർത്ഥന ശീലമാകും. പിന്നെ നമുക്ക് നമ്മുടെ നാവ് കൊണ്ടുള്ള തിന്മ വരത്തില്ല, ശരീരം കൊണ്ടുള്ള തിന്മ വരത്തില്ല. ചിന്തയും ഇന്ന് നമ്മുടെ ചിന്താതലങ്ങളെല്ലാം കർത്താവിൻ്റേതുപോലെ ആയിരിക്കും. കർത്താവ് നമ്മളെ അതിനെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേലെ എപ്പോഴും എല്ലാവരുടെയും മേലും സമൃദ്ധമായിട്ട് ഉണ്ടാകുമാറാകട്ടെ. നോമ്പ് വിശുദ്ധമായിട്ട് ആചരിക്കുന്നതിനെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. ഹല്ലേലൂയ.